ബജറ്റിലെ മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങളിലേക്കാണ്. റെയിൽവേയുടെ സുരക്ഷയും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയാണ് ഇത്തവണത്തെ ബജറ്റ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. മൂലധന ചെലവ് ഇനത്തിൽ കഴിഞ്ഞ വർഷം അനുവദിച്ച അത്ര തന്നെ തുകയാണ് ഇത്തവണയും നീക്കിവെച്ചത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ ബജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായി റെയിൽവേയുടെ ആകെവിഹിതം പരാമർശിച്ചില്ല. പക്ഷേ പ്രസംഗത്തിനു ശേഷം പുറത്തിറക്കിയ ബജറ്റ് രേഖകളിൽ മൂലധന വിഹിതം വ്യക്തമാക്കി. മൂലധന ചെലവ് തുടർച്ചയായി രണ്ടാം വർഷവും മാറ്റമില്ലാതെ തുടരുകയാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ 2.52 ലക്ഷം കോടി രൂപയുടെ വാർഷിക ചിലവുകളാണ് വകയിരുത്തിയിരുന്നത്. 2026 സാമ്പത്തിക വർഷത്തിലും അതേ തുക തന്നെ. സുരക്ഷയ്ക്കും വൈദ്യുതീകരണത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ട്രാക്കുകളുടെയും വാഗണുകളുടെയും നിർമ്മാണം, വൈദ്യുതീകരണം, സിഗ്നലിംഗ്, സ്റ്റേഷൻ വികസനം, സുരക്ഷ തുടങ്ങിയ കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ ആഭ്യന്തര ബജറ്റേതര വരുമാനം 13,000 കോടിയായി തന്നെ തുടരുന്നു. ധനമന്ത്രി 2025-26 കേന്ദ്ര ബജറ്റ് അവതരണം പൂർത്തിയാക്കിയ ശേഷം IRCON, IRCTC, IRFC തുടങ്ങിയ റെയിൽവേ ഓഹരികളിൽ 6% ഇടിവ് രേഖപ്പെടുത്തി. ഈ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളൊന്നും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്ന് വിദഗ്ധർ വിമർശിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് റെയിൽവേ വികസനത്തെ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ എക്സൈസ് തീരുവ ഒഴിവാക്കി. 6 മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കിയതായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. I propose to add 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty. I also propose to add 6 life-saving medicines to the list attracting concessional custom duty of 5%. Full exemption and concessional duty will also respectively apply on the bulk drugs for manufacture of the above. Specified drugs and medicines under patient assistance programs run by the pharmaceutical companies are fully exempt from BCD, provided the medicines are supplied free of cost to the patients.